ഇപ്പോൾ മുജീബിലേക്ക് പോകുന്നത്. മുജീബായിരുന്നു ഇന്നലെ ഈ ദുരന്തം ഉണ്ടായ ശേഷം ആദ്യം വീട്ടിലെത്തിയത്. മുജീബ് ഈ വീട്ടിലെ ഒരു സാഹചര്യം മുജീബ് പറയണം. ഒപ്പം തന്നെ ഈ പ്രതിയുടെ ഈ ക്രൂരകൃത്യത്തിന് ശേഷം ഈ പ്രതിയുടെ ഒരു മാനസികാവസ്ഥ, അയാൾ പറഞ്ഞ വാക്കുകളും കേരളം ശ്രദ്ധിച്ചു. തനിക്ക് ജന്മം നൽകിയതിനുള്ള പ്രതിഫലമാണ് ഈ കൊടുത്തതെന്ന് പറയുന്നു. അപ്പോൾ ഏത് തരത്തിലുള്ള മാനസികാവസ്ഥയിലാണ് പ്രതി? പോലീസ് എന്താണ് പറയുന്നത്? മുജീബിന് പറയാം. സന്ദീപ്, ഞാനിപ്പോൾ നിൽക്കുന്നത് അടിവാരം 30 ഏക്കറിൽ സുബൈദയുടെ വീടിന്റെ തൊട്ട് മുമ്പിലാണ്. എനിക്ക് പിറകിൽ കാണുന്നതാണ് സുബൈദയുടെ വീട്. സുബൈദ കൂലിപ്പണി പോയി ഉണ്ടാക്കിയ പണിത വീടാണ്. ഈ വീട്ടിലായിരുന്നു അല്പകാലം മുമ്പ് വരെ സുബൈദയും മകനും ആഷിക്കും താമസിച്ചിരുന്നത്. പിന്നീട് സുബൈദയുടെ ചികിത്സാർത്ഥമാണ് സഹോദരിയുടെ വീട്ടിലേക്ക് പോകുന്നത്. ഇവിടെ തൊട്ടടുത്ത് അയൽവാസികളുമൊക്കെ ഉണ്ട്. സുബൈദ അധ്വാനിച്ചുണ്ടാക്കിയ വീടാണിത്. ഈ വീട്ടിലായിരുന്നു മകനുമായി ഒരുമിച്ച് താമസിച്ചിരുന്നത്. ആദ്യകാലങ്ങളിൽ വലിയ സ്നേഹത്തോടു കൂടെ വളർത്തിയ മകനാണ്. പ്രത്യേകിച്ച് ഒരു +2 പഠനം പൂർത്തിയാകുന്നത് വരെ വളരെ സ്നേഹത്തോടു കൂടെ വളർത്തിയതായിരുന്നു. പിന്നീട് തുടർ പഠനത്തിലേക്ക് പോകുന്ന സമയത്താണ് മകൻ ആഷിക്ക് ഈ ലഹരിയുടെ വലയിൽ പെട്ടുപോകുന്നത്. പിന്നീടാണ് മകന്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നതും ഈ വലിയൊരു പ്രയാസത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ സുബൈദയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇവിടെ അതിന്റെ വിവരങ്ങളെല്ലാം കിട്ടിയിരിക്കുന്നു. നാട്ടുകാരും ബന്ധുക്കളും എല്ലാം സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിയായിട്ടുള്ള ആഷിക്ക് ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. നേരത്തെ പ്രതിയെ വൈദ്യപരിശോധന നടത്തിയിരുന്നു. സാധാരണ ഒരു ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കുക എന്നുള്ളതാണ് പോലീസിന്റെ നടപടി. അത്തരത്തിൽ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തി ആദ്യം വൈദ്യപരിശോധന നടത്തിയെങ്കിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗത്തിൽ എത്തിച്ച് അവിടെ വീണ്ടും വൈദ്യപരിശോധന നടത്തുകയുണ്ടായി. അവിടെ നിന്നും ശ്രവങ്ങളടക്കം ശേഖരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതടക്കം, അതിന്റെ അളവ് എത്ര സമയം മുമ്പാണ് ഉപയോഗിച്ചത് എന്നടക്കമുള്ളവ കണ്ടെത്താനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് പോലീസ് അതിലൂടെ പങ്കുവെക്കുന്നത്. അത്തരത്തിൽ വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു പരിശോധനയാണ് നടത്തുന്നത്. ഇന്നലെയാണ് നമ്മൾ ഈ അപകടം നടന്ന, ഈ കൊലപാതകം നടന്ന പുതുപ്പാടിയിലെ വീട്ടിലേക്ക് എത്തുന്നത്. അത് സുബൈദയുടെ സഹോദരിയുടെ വീടായിരുന്നു. ആ വീട്ടിലായിരുന്നു സംഭവം നടക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 2:45 ആ സമയത്ത് മകനും സുബൈദയും മാത്രമാണ് വീട്ടിലുണ്ടാവുന്നത്. ഇതിനിടയിലാണ് ഈ ക്രൂരകൃത്യം നടക്കുന്നത്. തൊട്ടടുത്ത വീട്ടിൽ നിന്നും വാക്കത്തി വാങ്ങിക്കൊണ്ടായിരുന്നു വെട്ടി കൊലപ്പെടുത്തുന്നത്. വളരെ ക്രൂരമായ രീതിയിലാണ് ഈ കൊലപാതകം നടന്നത്. പിന്നീട് മൃതദേഹം നാട്ടുകാരെത്തിയതിനു ശേഷമാണ് അവിടെ നിന്ന് മാറ്റുന്നത്. ഈ പ്രതിയെ പിടികൂടുന്നതും നാട്ടുകാരാണ്. ഈ നമ്മുടെ കൂടെ ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള കുറെ ആളുകൾ ചേരുന്നുണ്ട്. അയൽവാസികളും ഇവരുടെ ബന്ധുക്കളുമായിട്ടുള്ളവരാണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത്. അവർക്ക് പറയാനുള്ളത് എന്തെന്ന് നമുക്ക് ചോദിക്കാം. നിങ്ങൾ പരിചയം ഉണ്ടാവുമല്ലോ, എന്തായിരുന്നു ഇവരുടെ ഒരു ജീവിതം ഇവിടെ? താത്ത കൂലിപ്പണിക്ക് പോയിട്ട് നോക്കുന്ന ഒരു മോനാ. ആകെ ഒരു മോനേ ഉള്ളൂ. അപ്പോൾ ആ കൂലിപ്പണിക്ക് പോയി നോക്കിയിട്ട് കൊണ്ടുനടക്കുന്ന മോനാ. ആ മോനെ നോക്കുന്ന മാതിരി വേറെ ഒരു മക്കൾക്ക് അത്ര സൗകര്യം അവന് കിട്ടിയിട്ടുണ്ടാവില്ല. അത്രയൊക്കെ നന്നായി നോക്കുന്ന ഒരു മോനാ. മോനെ ബൈക്ക് വേണമെന്നാണ് ബൈക്ക്. അതിന്റെ മുന്നേ ആക്റ്റീവ് അതൊക്കെ പുതിയ എടുത്തു കൊടുത്തതാണ്. അത് കഴിഞ്ഞാൽ ഓന് ഈ മരുന്നാടി തുടങ്ങിയതിന് ശേഷം ഇവിടെ അടിയാണ്. വന്നാൽ കച്ചറ ഉണ്ടാവും. ഉമ്മനെ പ്രാവശ്യം അടിച്ച് ശരിയാക്കി മൊത്തം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഞാനും ജലീലെന്ന് പറഞ്ഞു ഒന്നൊന്ന് കാണിച്ചാൽ ഓന് പിന്നെ അടിവാരത്തുനിന്ന് കുറച്ച് ആളുകളും കൂടി വന്നിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഒരു പ്രാവശ്യമില്ല, 2 പ്രാവശ്യം അങ്ങനെ ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇത്താത്തൊക്കെ സുഖമല്ല, അത് ഓപ്പറേഷൻ കഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് പോയത്. അവിടെ നിന്നുള്ള വിവരങ്ങളാണ് നമ്മൾ ഇതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് അറിയില്ല. പിന്നെ ഇടക്കിടക്ക് ഓനെ ഇവിടെ വരലുണ്ട്. അതായത് ഒരാഴ്ച മുന്നേ 2 ആഴ്ച മുന്നേറ്റോ വന്നിട്ടുണ്ട് ഇവിടെ. ഇടക്കിടക്ക് വരെ വരുന്നത് ഇന്നെ വിളിച്ച് അറിയിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ അല്ലായിരുന്നു. ഞാൻ 3 ദിവസമായിട്ട് എത്തിയിട്ട് ഞാൻ പ്രവാസിയാണ്. അവന് ഇവിടെ വരുന്ന ടൈമിലൊക്കെ എന്നെ വിളിച്ച് പറയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ, വേറെ ആരെയും ഉണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്. ഇന്ന് പിന്നെ ചെക്കന്മാരെ കൂട്ടിയിട്ടായിരുന്നു അവന് വരാറുള്ളത്. പിന്നെ അതിൽ ഞങ്ങളിവിടെ നാട്ടുകാരൊക്കെ കൂടി വാങ്ങി കൊടുത്തതിന് ശേഷം ചെക്കന്മാരെ നിർത്തി അവിടെ എവിടെയും വണ്ടി ഇറങ്ങും, നടന്നു വരും. ഇവിടെ വന്നിട്ട് ബാക്കി പരിപാടി. ഓനെപ്പോൾ വരുന്നതോ പോകണം നമ്മളറിയില്ല. അവിടെ ഉണ്ടാവും. അന്ന് ഇവിടെ കാട് പിടിച്ചെടുക്കുക. ഓനെ സിറ്റൗട്ടിലാണ് ഇരിക്കും. അത് കഴിഞ്ഞ് എപ്പോഴാണ് പോകണമെന്ന് അറിയില്ല. ഇവിടെ നോക്കിയിട്ട് പിന്നെ നോക്കുമ്പോൾ പോയിട്ടുണ്ടാവും. ആ ടൈമിന് അക്രവാസമല്ല. പക്ഷേ ഒരമ്മ ഇവിടെ ഉള്ളിടത്തോളം കാലം ഉണ്ടായിട്ടുണ്ട്. എന്നും അടി തന്നെയാണ്. ജനവാതിലൊക്കെ പൊട്ടിക്കുന്ന സാഹചര്യം. ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് 2 പ്രാവശ്യം. ഒരു പ്രാവശ്യം TV അടിച്ച് പൊട്ടിച്ച്, അതിനുശേഷം ജനല് ഗ്ലാസ് ടേബിൾ ഇങ്ങനെ ടേബിളും കൂടെ അവിടെ ഉണ്ടായിരുന്നു. അത് അടിച്ച് പൊട്ടിച്ചതാണ്. ഈ ലഹരിക്ക് കടിമാവുന്നതിന് മുമ്പ് ഭയങ്കര സ്നേഹത്തോടു കൂടെ നാട്ടുകാർക്ക് ഏറ്റവും നല്ല സ്നേഹത്തിൽ ഒരു നിൽക്കണ മാതിരി നമുക്ക് എന്താ പറയാ. മറ്റൊരു കാര്യം മനസ്സിലാക്കുന്നത്, അതായത് ഇതിനുശേഷം ഇതാണ് സുബൈദ ഓരോ സഹോദരങ്ങളുടെ അടുത്തേക്ക് താമസം മാറുന്നുണ്ടായിരുന്നു. അതായത് മകന്റെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആശങ്കയുണ്ടായിട്ട് സുബൈദ ഓരോ സഹോദരങ്ങളുടെ അടുത്തേക്ക് മാറി താമസിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെ സഹോദരിയുടെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ഒരു അഭയം ഈ വ്യക്തിക്ക്, യുവാവിന് കിട്ടും. അതായത് മകനെ കൂടി അവിടെ താമസിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സഹോദരിയുടെ വീട്ടിലെത്തിയെന്നാണ് മനസ്സിലാകുന്നത്. അതെ, തീർച്ചയായിട്ടും. ആദ്യം ഒരു മറ്റു സഹോദരിയുടെ കൂടെയായിരുന്നു ആദ്യം താമസിച്ചിരുന്നത്. ആ സഹോദരിയുടെ കൂടെ താമസിക്കുന്ന സമയത്ത് ഈ മകന്റെ ബുദ്ധിമുട്ടിനെ തുടർന്ന് നഫീസ എന്ന മൂത്ത സഹോദരിയുടെ കൂടെ സാഹചര്യത്തിൽ അവിടെ നിന്നും പിന്നീട് മാറിയാണ് ഇപ്പോൾ ഉള്ള ഈ ഷക്കീല എന്നുള്ള സഹോദരിയുടെ വീട്ടിലേക്ക്, പുതുപ്പാടിയിലെ വീട്ടിലേക്ക് 3 മാസം മുമ്പ് വരുന്നത്. ആ സമയത്ത് അങ്ങനെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ഈ മകന്റെ ലഹരി വിമുക്തി ചികിത്സക്കടക്കം ഈ ബന്ധുക്കളും നാട്ടുകാരുമായിട്ടുള്ളവർ വലിയ രീതിയിലുള്ള പ്രവൃത്തികൾ നടത്തിയിട്ടുണ്ട്. കോഴിക്കോട്, അതുപോലെ തന്നെ മലപ്പുറത്ത്, ഏറ്റവും ഒടുവിൽ ബംഗളൂരുവിലടക്കം എത്തിച്ച് നല്ല രീതിയിലുള്ള ചികിത്സ ഇവർ നൽകുവാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഇവനെ ഈ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ബംഗളൂരു 1.5 വർഷത്തോളം ഇവനെ താമസിപ്പിച്ച് അതിന്റെ ചെലവൊക്കെ വഹിച്ച് ബന്ധുക്കളും നാട്ടുകാരുമൊക്കെയാണ് അതിന് നേതൃത്വം നൽകിയത്. അത്തരത്തിലുള്ള ചികിത്സ നൽകിയിട്ടുണ്ട്. ഈ നാട്ടുകാർ തന്നെ ഒരു ഘട്ടത്തിൽ കോഴിക്കോട്ട് ഒരു ഡി അഡിക്ഷൻ സെന്ററിലേക്ക് അവനെ എത്തിച്ചിട്ടുണ്ട്. അതിന്റെ ചികിത്സാ ചെലവെല്ലാം നാട്ടുകാരാണ് വഹിച്ചിരുന്നത്. പക്ഷേ ഇതൊന്നും ഒരു പൂർണ്ണ ഫലപ്രാപ്തിയിൽ എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലുള്ള ഒരു രാസലഹരിക്കായിരുന്നു അവൻ അടിമപ്പെട്ടിരുന്നത്. നാട്ടുകാർക്ക് വലിയൊരു ഭീതി ഉണ്ടായിരുന്നു.